Hi students, welcome to today's chemistry class, hydrogen, part 3, last part ആണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടറിനെ പറ്റിയാണ്. വാട്ടറിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്, ഹാർഡ് ആൻഡ് സോഫ്റ്റ്. ഈ ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്ന മൂലം ഉണ്ടാകുന്ന ഒരു ദൂഷ്യഫലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. മുടിയൊക്കെ കട്ട പിടിച്ചു പോകും. ഹാർഡ് വാട്ടർ ഉപയോഗിച്ച് കുളിച്ചൊക്കെ കഴിയുമ്പോൾ മുടിയൊക്കെ ഉണ്ടാകുന്ന ഒരു മാറ്റം. അതുപോലെ ഹാർഡ് വാട്ടറിൻ്റെ എഫക്റ്റാണ് ഇപ്പം ഈ ഒബ്സർവ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഒരു പൊറ്റൻ പോലെ ഉണ്ടാകുന്നല്ലേ, എന്തോ ഒരു സോൾട്ട് പോലെ. ഈ വെള്ളം ഒഴുകുന്ന പ്രദേശത്തിൻ്റെ അവിടെ എല്ലാം ഇങ്ങനെ ഒരു സോൾട്ട് ടൈപ്പ് ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം എഫക്റ്റ് ഓഫ് ഹാർഡ് വാട്ടറാണ്. അന്നേരം എന്താണ് സോഫ്റ്റ് വാട്ടറും ഹാർഡ് വാട്ടറും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. ഇത് ഒരു സോപ്പ് എടുത്ത് വെള്ളത്തിനകത്ത് പതപ്പിച്ചാൽ സോഫ്റ്റ് വാട്ടർ ആണെങ്കിൽ പത നല്ലപോലെ അങ്ങ് വരും. എന്നാൽ ഹാർഡ് വാട്ടറിനകത്താണെങ്കിൽ ആ ലാദർ, പതയ്ക്ക് പറയുന്നതാണ് ലാദർ വരത്തില്ല. പകരം അതൊരു പ്രിസിപ്പിറ്റേറ്റ് പോലെ അങ്ങോട്ട് കാണുന്നു. അതാണ് ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. ഇതാണ് സോഫ്റ്റ് വാട്ടറും ഹാർഡ് വാട്ടറും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. സോഫ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് വാട്ടർ ഗീവ് റെഡി ആൻഡ് പെർമനൻറ്റ് ലാദർ വിത്ത് സോപ്പ്. പെർമനൻറ്റ് ആൻഡ് റെഡി ലാദർ വിത്ത് സോപ്പ്, നല്ല പത കിട്ടുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഴവെള്ളം, റെയിൻ വാട്ടർ, ഡിസ്റ്റിൽഡ് വാട്ടറൊക്കെ സോഫ്റ്റ് വാട്ടറിന് എക്സാമ്പിളാണ്. എന്നാൽ ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് ഗീവ് റെഡി ആൻഡ് പെർമനൻറ്റ് ലാദർ വിത്ത് സോപ്പ്. അത് എക്സാമ്പിള് സീ വാട്ടർ, കടൽ വെള്ളത്തിനകത്ത് ഇഷ്ടംപോലെ ലവണങ്ങളുണ്ട് അല്ലേ, അതാണ് കാരണം. അതുപോലെ റിവർ വാട്ടർ, ടാപ്പ് വാട്ടറൊക്കെ ഹാർഡ് വാട്ടറിന് എക്സാമ്പിളാണ്. പിന്നെ സോഫ്റ്റ് വാട്ടറും ഹാർഡ് വാട്ടറും എന്താണ് നമ്മൾ മനസ്സിലാക്കി. ഹാർഡ് വാട്ടർ ഫോംസ് സ്കമ്മിന് പറയുന്നതാണ്, അല്ലെങ്കിൽ പ്രിസിപ്പിറ്റേറ്റ് എന്ന് പറയും. അഭിക്ഷിപ്തം പോലെ അത് അടിഞ്ഞു കിടക്കുന്നു. വിത്ത് സോപ്പ്, ഹാർഡ് വാട്ടർ ഫോം പ്രിസിപ്പിറ്റേറ്റ് വിത്ത് സോപ്പ്. സോപ്പ് എന്ന് പറഞ്ഞാൽ സോഡിയം സ്റ്റിറേറ്റ് ആണ്. സോഡിയം സ്റ്റിറേറ്റിൻ്റെ നമുക്കൊരറിയാം, ഹൈഡ്രോകാർബൺ C17H35COONA, അതാണ് സോപ്പിന് നമുക്കൊരു ഫോർമുല, അല്ലെങ്കിൽ നമുക്കൊരു ജനറൽ ഫോർമുല എഴുതാം. C17H35 ഹൈഡ്രോകാർബൺ RCOONA എന്ന് പറയാം. റിയാക്ട് വിത്ത് ഹാർഡ് വാട്ടർ ടു പ്രിസിപ്പിറ്റേറ്റ് ഔട്ട് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം സ്റ്റിറേറ്റ്. ഇപ്പം ഇവിടെ ഹാർഡ് വാട്ടറുമായിട്ട് സോപ്പ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഇങ്ങനത്തെ ഇതാണ്, C17H35COO. എന്നിട്ട് ഇവിടുത്തെ ഹാർഡ് വാട്ടറിനകത്തെ സോൾട്ട് ഇങ്ങോട്ട് വന്നു, ഹാർഡ് വാട്ടറിനകത്തെ അയോൺ ഇങ്ങോട്ട് വന്ന് അത് പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് താഴോട്ട് അടിയുന്നു. +2+, അതുകൊണ്ട് 2Na+. M എന്ന് പറഞ്ഞാൽ കാൽസ്യം ആകാം, മഗ്നീഷ്യം ആകാം. ഹാർഡ് വാട്ടറിനകത്ത് മഗ്നീഷ്യമോ കാൽസ്യവും മഗ്നീഷ്യവും അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് വെള്ളം ഹാർഡ് വാട്ടർ ആയത്. അതിനകത്ത് കാൽസ്യവും മഗ്നീഷ്യവും ഈ സോപ്പുമായിട്ട് കമ്പൈൻ ചെയ്ത് അതൊരു പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് താഴോട്ട് അടിയുന്നു. അതുകൊണ്ടാണ് അവിടെ സോപ്പ് ലാദർ ഫോം ചെയ്യാത്തത്. ഇനി എങ്ങനെയാണ് ഹാർഡ് വാട്ടർ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. റെയിൻ വാട്ടർ സോഫ്റ്റ് വാട്ടറാണ്. മഴ പെയ്യുമ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ അവിടെ ധാരാളം ലവണങ്ങളുണ്ട് അല്ലേ, പാറകൾക്കിടയിൽ മഗ്നീഷ്യം, കാൽസ്യം, മണ്ണിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. ആ മഗ്നീഷ്യം കാൽസ്യം ഒക്കെ ആയിട്ട് കൂടി ചേരുമ്പോൾ ഹാർഡ് വാട്ടറായി മാറുന്നു. ഹാർഡ് വാട്ടർ, ദ റെയിൻ വാട്ടർ on its way to ground dissolved carbon dioxide gas. This water, which while flowing through beds of soil or rocks containing carbonates, react with the dissolved carbon dioxide and form bicarbonates. This bicarbonate ion causes temporary hardness in water. നമുക്കിവിടെ കാണാം, കാൽസ്യം കാർബണേറ്റ്, കാർബൺ ഡയോക്സൈഡ് H2O കൂടി ചേർന്ന് കാൽസ്യം ബൈകാർബണേറ്റ് ആകുന്നു. അതുപോലെ തന്നെ മഗ്നീഷ്യം കാർബണേറ്റ്, മണ്ണിനകത്തുള്ള മഗ്നീഷ്യം കാർബണേറ്റ്, കാർബൺ ഡയോക്സൈഡ് H2O കൂടെ കൂടി ചേർന്ന് മഗ്നീഷ്യം ബൈകാർബണേറ്റ് ഉണ്ടാകുന്നു. ഇതെല്ലാം ഹാർഡ് വാട്ടറിന് കാരണമാകുന്നു. സോഫ്റ്റ് വാട്ടർ ഭൂമിയിലേക്ക് വീഴുമ്പോൾ അതിനുള്ള ലവണങ്ങൾ അടങ്ങുന്നു. ഇനി എന്താണ് ഈ ഹാർഡ് വാട്ടറിന് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹാർഡ് വാട്ടർ? നോട്ട് സൂട്ടബിൾ ഫോർ ലോണ്ടറി വർക്ക്. നമുക്കറിയാം, അലക്ക് വ്യവസായത്തിൽ നമുക്ക് ഒരിക്കലും ഈ ഹാർഡ് വാട്ടർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം എന്നാ, അലക്കുമ്പോൾ നല്ലപോലെ തുണികൾ വെളുക്കണം. അതിന് വെളുക്കാൻ വേണ്ടിയൊക്കെയാണ് സോപ്പ് ഉപയോഗിക്കുന്നത്. സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഹാർഡ് വാട്ടറിനകത്ത് അത് താഴോട്ടടിയും, പതയൊന്നും ഉണ്ടാകുന്നില്ല. അത് സോപ്പിൻ്റെ ഫങ്ഷൻ നടക്കുന്നില്ല. അതായത് വേസ്റ്റേജ് ഓഫ് സോപ്പ് ആൻഡ് പ്യുവർ ക്ലീനിങ് ആണ് നടക്കുന്നത് ഹാർഡ് വാട്ടറിനകത്ത്. അതുപോലെ കാൽസ്യം കാർബണേറ്റ് ഓർ സൾഫേറ്റ് ഡിപ്പോസിറ്റ് ബോയിലേഴ്സ്
ബോയിലേഴ്സ്, വെള്ളം ചൂടാക്കുന്ന ബോയിലേഴ്സിനകത്തൊക്കെ ഇത് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഒരു പൊറ്റൻ പോലെ ഇരിക്കും. മോർ ഫ്യൂവൽ ഈസ് കൺസ്യൂംഡ് ഫോർ ഹീറ്റിംഗ് വാട്ടർ. അതുപോലെ കൊറോഡ്സ് ബോയിലർ നശിപ്പിച്ച് കളയും ഈ ഹാർഡ് വാട്ടർ. കാരണം ഹാർഡ് വാട്ടറിനകത്തുള്ള ഈ സോൾട്ട് ഇപ്പം നമുക്കിവിടെ കാണാൻ ഹാർഡ് വാട്ടർ കാരണം ഈ ഇതിൽ ഇവിടെ മുഴുവൻ ഒരു സോൾട്ട് ഫോർമേഷൻ ഒരു പൊറ്റൻ പോലെ ആയിരിക്കണം. എന്നാൽ സോഫ്റ്റ് വാട്ടറിനകത്ത് അങ്ങനെ ഒരു വ്യത്യാസം കാണുന്നില്ല. അതിലും ഹാർഡ് വാട്ടറിനകത്ത് സോൾട്ട് മുഖാന്തരമാണ്, കാൽസ്യത്തിനെയും മഗ്നീഷ്യത്തിനെയൊക്കെ സോൾട്ട് മുഖാന്തരമാണ് ഇങ്ങനെ ഒരു ഫിലിം ഉണ്ടായിരിക്കുന്നത്. ദ നെഗറ്റീവ് എഫക്റ്റ് ഓഫ് ഹാർഡ് വാട്ടർ നമുക്ക് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. സോപ്പ് സ്കമ്മ്, അതായത് സോപ്പ് പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് പോകും. അതായത് അത് പത തരത്തില്ല. സോപ്പ് ഹാർഡ് വാട്ടറിനകത്ത് പത തരാതെ അതങ്ങോട്ട് ചുമ്മാ ഒരു അടിഞ്ഞു പോണ പോലെ ഒരു അവസ്ഥ, അതാണ് സോപ്പ് സ്കം എന്ന് പറയുന്നത്. വെള്ളത്തിൽ ലൈം സ്കെയിൽ ഇങ്ങനെ പൊറ്റൻ പോലെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വാഷിംഗ് ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെ നെഗറ്റീവ് എഫക്റ്റ് ഓഫ് ഹാർഡ് വാട്ടറാണ്. ഇനി ബോയിലറിനകത്ത് സോഫ്റ്റ് വാട്ടർ ഉപയോഗിച്ചാൽ ഹീറ്റിംഗ് കോയിൽസ് ഇൻ ബോയിലർ ഹാസ് നോ കാൽസ്യം ഓർ സോൾട്ട് ഡിപ്പോസിറ്റ്സ്. ബോയിലർ ഈസ് എഫിഷ്യൻ ആൻഡ് യൂസസ് ലെസ് എനർജി. അതായത് ബോയിലർ എത്ര ഉപയോഗിച്ചാലും അത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, കാരണം ഇവിടെ ഒന്നും ഡിപ്പോസിറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഹാർഡ് വാട്ടർ ഉള്ളിടത്ത് ബോയിലർ ഹീറ്റിംഗ് ഇൻ ബോയിലർ പ്രിസിപ്പിറ്റേറ്റ് കാൽസ്യം ഡിപ്പോസിറ്റ്. ഇവിടെ കാൽസ്യം എല്ലാം അടിഞ്ഞു കൂടുന്നു. വിച്ച് ബിൽഡ് അപ്പ് അലോങ് വിത്ത് ദ കോയിൽസ്. ബോയിലർ ബിക്കംസ് ഇൻഎഫിഷ്യൻറ്റ് ആൻഡ് കൺസ്യൂംസ് മോർ എനർജി. ഇവിടെ നമുക്ക് ഈ ബോയിലറിനകത്ത് ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്ന പോലെ ഇവിടെ എല്ലാം പൊറ്റൻ പോലെ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയൊക്കെ സോൾട്ട് അടിഞ്ഞു കൂടും. എന്നാൽ അത് ഇൻഎഫിഷ്യൻറ്റും ആകും, അതുപോലെ കൺസ്യൂം മോർ എനർജി. ഓർത്തിരിക്കുക, അതിന് ബോയിലറിന് കേടുവരുത്തുന്നു ഹാർഡ് വാട്ടർ. ഇനി നമ്മൾ ഹാർഡ് വാട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിട്ട് ഹാർഡ്നെസ് തിരിക്കുകയാണ്. പെർമനൻറ്റ് ഹാർഡ്നെസ്സും ടെമ്പററി ഹാർഡ്നെസ്സും. പെർമനൻറ്റ് ഹാർഡ് വാട്ടർ ഈസ് കോസ്ഡ് ബൈ കാൽസ്യം ഓർ മഗ്നീഷ്യം സൾഫേറ്റ്. Calcium sulfate and magnesium sulfate is slightly soluble and dissolved when rainwater runs over the rocks like granite. Permanent hard water is not softened by boiling. അന്നേരം ചുമ്മാ ചൂടാക്കി കൊടുത്താലൊന്നും പെർമനൻറ്റ് ഹാർഡ്നെസ് അവിടെ മാറുന്നില്ല. ടെമ്പററി ഹാർഡ്നെസ്സും പെർമനൻറ്റ് ഹാർഡ്നെസ്സും ആയിട്ടാണ് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ കാൽസ്യം ആൻഡ് മഗ്നീഷ്യം ബൈകാർബണേറ്റ്സ് ഇൻ വാട്ടർ. വെള്ളത്തിനകത്തുണ്ടാകുന്ന കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ് കാരണമാണ്. എന്നാൽ പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റ്സ് ഇൻ വാട്ടർ. ഓർത്തിരിക്കുക, കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഇൻ വാട്ടർ. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ്സ് ഇൻ വാട്ടർ. ഓക്കെ, കാൽസ്യം മഗ്നീഷ്യം ബൈകാർബണേറ്റ്സ് ഇൻ വാട്ടർ. പെർമനൻറ്റ് ഹാർഡ്നെസ് ഇസ് ഡ്യൂ ടു കാൽസ്യം ആൻഡ് മഗ്നീഷ്യം ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റ് ഇൻ വാട്ടർ. അതായത് കാൽസ്യം ക്ലോറൈഡ് അടങ്ങിയിരിക്കുകയാണ് വെള്ളത്തിനകത്ത്, അത് പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണമാണ്. അതുപോലെ മഗ്നീഷ്യം ക്ലോറൈഡ് അടങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ കാൽസ്യം ആൻഡ് മഗ്നീഷ്യം ആൻഡ് സൾഫേറ്റ് ഏത് വേണമെങ്കിലും, കാൽസ്യം ക്ലോറൈഡ് ആകാം, കാൽസ്യം സൾഫേറ്റ് ആകാം, മഗ്നീഷ്യം ക്ലോറൈഡ് ആകാം, മഗ്നീഷ്യം സൾഫേറ്റ് ആകാം. അതെല്ലാം പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണമാകും. ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം എന്താണ്? കാൽസ്യം ബൈകാർബണേറ്റ് ആകാം, അതുപോലെ മഗ്നീഷ്യം ബൈകാർബണേറ്റ് വന്നാലും ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമാകാം. ഇത് മാറ്റാൻ വേണ്ടി നമുക്ക് പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്, നമുക്കൊന്ന് നോക്കാം. ടെമ്പററി ഹാർഡ്നെസ് റിമൂവൽ, കെമിക്കൽ പ്രോസസ് ഓഫ് ബോയിലിംഗ് ഹാർഡ് വാട്ടർ. ഇതിനൊന്ന് കാൽസ്യം ബൈകാർബണേറ്റ് അടങ്ങിയിരിക്കുന്ന ഹാർഡ് വാട്ടർ നമ്മളൊന്ന് വെള്ളം തിളപ്പിക്കുമ്പോൾ അവിടെ ഇൻസോലബിൾ കാൽസ്യം കാർബണേറ്റ് താഴോട്ട് അടിയും. കാൽസ്യം ബൈകാർബണേറ്റ് വെള്ളത്തിനകത്ത് അതിനെ ചൂടാക്കി കൊടുക്കുമ്പോൾ ബോയിൽ ചെയ്യുമ്പോൾ കാൽസ്യം കാർബണേറ്റ് താഴോട്ട് ഇൻസോലബിളായിട്ട് അടിയും, അതായത് താഴോട്ട് അങ്ങ് അടിയും, പ്രിസിപ്പിറ്റേറ്റ് പോലെ. നമുക്ക് അതിനെ അങ്ങോട്ട് ഫിൽറ്റർ ചെയ്തെടുത്താൽ മതി നല്ല സോഫ്റ്റ് വാട്ടർ കിട്ടാൻ വേണ്ടി. H2O പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഉണ്ടാകുന്നു. അതിൽ H2O നമുക്ക് വേർതിരിച്ചെടുത്താൽ മതി. അന്നേരം ഇവിടെ ടെമ്പററി ഹാർഡ്നെസ് മുഖാന്തരം ഉണ്ടാകുന്ന ഹാർഡ്നെസ്സിനെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും ബോയിൽ ചെയ്യുമ്പോൾ. We can boil water to remove temporary hardness. Temporary hardness in water can be easily removed by boiling. On boiling, calcium magnesium bicarbonate decomposes to give calcium magnesium carbonate which is insoluble in water, therefore it precipitates out. കാൽസ്യം കാർബണേറ്റ് ഇവിടെ ഉണ്ടാകുന്നു, അത് ഇൻസോലബിൾ ഇൻ വാട്ടർ ആണ് കേട്ടോ, അതുകൊണ്ടാണ് അത് താഴോട്ട് അടിയുന്നത്. വെള്ളത്തിൽ ലയിച്ച് എത്തില്ല കാൽസ്യം കാർബണേറ്റ്. അതുകൊണ്ട് ഈ കാൽസ്യം ബൈകാർബണേറ്റ് നമ്മൾ ചൂടാക്കുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നു, കാൽസ്യം കാർബണേറ്റ് താഴോട്ട് അടിയുന്നു, H2O നമുക്ക് വേർതിരിച്ചെടുക്കാം. വെള്ളം അത് സോഫ്റ്റ് വാട്ടർ ആയിരിക്കും. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാൽസ്യം ഹൈഡ്രോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യാം. കാൽസ്യം ഹൈഡ്രോക്സൈഡ് അതിന് പറയുന്നത് വേണ്ട ക്ലാർക്സ് മെത്തേഡ്. ക്ലാർക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കാൽസ്യം ബൈകാർബണേറ്റ് എന്ത് ടൈപ്പാണ്?
ടെമ്പററി ഹാർഡ്നെസ് ആണ്. വെള്ളത്തിൽ കാൽസ്യം ബൈകാർബണേറ്റ് അടിഞ്ഞാൽ അത് ടെമ്പററി ഹാർഡ്നെസ് ആണ്. അതിന് കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് കാൽസ്യം കാർബണേറ്റ് ആണ്. നമുക്കറിയാം കാൽസ്യം കാർബണേറ്റ് വെള്ളത്തിൽ ലയിക്കത്തില്ല, താഴോട്ട് അടിഞ്ഞു പോകുന്നു, പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് അടിയുന്നു. നമുക്ക് H2O നമുക്ക് ശുദ്ധമായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നു. അതുപോലെ മഗ്നീഷ്യം ബൈകാർബണേറ്റ് വെള്ളത്തിൽ അടിഞ്ഞിരിക്കുന്നെങ്കിൽ നമുക്ക് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടായിരിക്കുകയാണ്. അതിന് കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നു. കാൽസ്യം കാർബണേറ്റ് നമുക്ക് താഴോട്ട് അടിഞ്ഞ് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കും. നമ്മൾ വെള്ളം വേർതിരിച്ചെടുത്താൽ മതി, H2O ആയിട്ട് മാറിയെടുക്കും. ക്ലാക്സ് മെത്തേഡ്, ഈ മെത്തേഡ് പറയുന്നതാണ് ക്ലാക്സ് മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് കാൽക്കുലേറ്റഡ് എമൗണ്ട് ഓഫ് ലൈം ഈസ് ആഡഡ് ടു ഹാർഡ് വാട്ടർ. എന്നാൽ ലൈമിന് പറയുന്ന പേരാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ലൈമിന് പറയുന്ന പേരാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇറ്റ് precipitate out calcium carbonate and magnesium hydroxide which can be filtered off. ഓക്കെ, ക്ലാക്സ് മെത്തേഡിൽ നമ്മൾ കാണുന്നത് ടെമ്പററി ഹാർഡ്നെസ്സിനെ ലൈം ആഡ് ചെയ്ത് അതിനെ ശുദ്ധീകരിക്കുന്നതാണ്. എന്നാൽ ലൈം എന്ന് പറഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണെന്ന് ഓർക്കുക. രണ്ട് മെത്തേഡാണ് ടെമ്പററി ഹാർഡ്നെസ്സിന് റിമൂവ് ചെയ്യാൻ വേണ്ടി. ഒന്ന് ബോയിലിങ്ങും ഒന്ന് ക്ലാക്സ് മെത്തേഡും. ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ടെമ്പററി ഹാർഡ്നെസ് എന്താണ് കാരണം? ടെമ്പററി ഹാർഡ്നെസ് ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മഗ്നീഷ്യം ആൻഡ് കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ്. ഇറ്റ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ് ആൻഡ് ക്ലാക്സ് മെത്തേഡ്. ഓക്കെ, അടുത്താണ് പെർമനന്റ് ഹാർഡ്നെസ്സിനെ എങ്ങനെ മാറ്റാം. പെർമനന്റ് ഹാർഡ്നെസ്സിനെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് സോഡിയം കാർബണേറ്റ് വെച്ച് പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണമാകുന്ന വെള്ളത്തെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് പേരാണ് വാഷിംഗ് സോഡ, Na2CO3 എന്നാണ് സോഡിയം കാർബണേറ്റിൻ്റെ ഫോർമുല. കാൽസ്യം ക്ലോറൈഡ്, ഹാർഡ് വാട്ടർ വിച്ച് കണ്ടെയ്ൻ കാൽസ്യം ക്ലോറൈഡ്, അതിനെയാണ് ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. ആഡ് ചെയ്യുമ്പോൾ അത് കാൽസ്യം കാർബണേറ്റ് സോഡിയം ക്ലോറൈഡുമായി മാറുന്നു. പ്ലസ് ഇവിടെയുണ്ട്. ഈ കാൽസ്യം കാർബണേറ്റ് ഇൻസോലുബിൾ ആണ്. കാൽസ്യം ആൻഡ് മഗ്നീഷ്യം അയോൺസ് ആർ precipitate as insoluble carbonates which are removed by filtration. കാൽസ്യം കാർബണേറ്റും മഗ്നീഷ്യം കാർബണേറ്റും ഒക്കെ താഴോട്ട് അടിഞ്ഞടിഞ്ഞ് പോകും. നമുക്കതിനെ ഫിൽറ്റർ ചെയ്ത് മാറ്റാൻ സാധിക്കും. ഇതൊരു റിമൂവൽ ഓഫ് പെർമനന്റ് ഹാർഡ്നെസ് ആണ്. പിന്നെ പെർമനന്റ് ഹാർഡ്നെസ് എന്താണ് കാരണം? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് soluble salt of magnesium and calcium in the form of chloride and sulfate in water. വെള്ളത്തിനകത്ത് സോല്യൂബിൾ ആയിട്ട് കിടക്കുക മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും ക്ലോറൈഡും സൾഫേറ്റും. എന്നാൽ നമ്മുടെ സോഡിയം കാർബണേറ്റ് വാഷിംഗ് സോഡയെ സോഡിയം കാർബണേറ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ സോലുബിൾ ആയിട്ടുള്ള സോൾട്ടിനെ ഇൻസോലുബിൾ ആയിട്ടുള്ള കാർബണേറ്റ് ആക്കി മാറ്റി അത് അഭിഷിക്തമായിട്ട് അടിയുന്നു. നമുക്ക് അന്നേരം വെള്ളത്തെ സോഫ്റ്റ് വാട്ടർ ആയിട്ട് കിട്ടുകയും ചെയ്യുന്നു. പെർമനന്റ് ഹാർഡ്നെസ് ഇസ് നോട്ട് റിമൂവ്ഡ് ബൈ ബോയിലിംഗ്. ഇറ്റ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ട്രീറ്റിംഗ് വിത്ത് വാഷിംഗ് സോഡ. ഓക്കെ, അടുത്ത മെത്തേഡാണ് കാൾഗൺസ് മെത്തേഡ്. പെർമനന്റ് ഹാർഡ്നെസ്സിനെ മാറ്റാൻ വേണ്ടിയുള്ള മെത്തേഡാണ് കാൾഗൺസ് മെത്തേഡ്. ഈ കാൾഗൺ എന്ന് പറഞ്ഞാൽ സോഡിയം ഹെക്സാ മെറ്റാ ഫോസ്ഫേറ്റിനെയാണ് കാൾഗൺ എന്ന് പറയുന്നത്. സോഡിയം Na6P6O18 അതാണ് സോഡിയം ഹെക്സാ മെറ്റാ ഫോസ്ഫേറ്റ്. സോഡിയം ഹെക്സാ മെറ്റാ ഫോസ്ഫേറ്റിനെ കാൾഗൺ എന്ന് പറയുന്നത്. When we added to hard water, the following reaction take place. ഇത് നമുക്കൊന്ന് വെള്ളത്തിലോട്ട് ആഡ് ചെയ്യാം. അതായത് കാൾഗൺ Na6P6O18 വെള്ളത്തിലോട്ട് ആഡ് ചെയ്താൽ അത് അയോൺസ് ആയി മാറുന്നു. എങ്ങനെയാണ് അയോൺസ് ആയി മാറുന്നത്? Na+, Na+, അന്നേരം ബാക്കി 4 ഉണ്ട്. Na4P6O2-. ഇനി മെറ്റൽ എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം കാൽസ്യം ഒക്കെ ആകാം. അന്നേരം മഗ്നീഷ്യം കാൽസ്യം എല്ലാം കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഇതിൽ നിന്ന് മെറ്റൽ ഇതിൻ്റെ അകത്തോട്ട് പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റലാണ് ഈ ഹാർഡ്നെസ്സിന് കാരണം. ആ ഹാർഡ്നെസ് ആയിട്ടുള്ള മെറ്റലിനെ ഇത് കാൾഗൺ പിടിച്ചു വെച്ചിട്ട് ബാക്കി വെള്ളത്തിൽ സോഡിയം പ്ലസ് മാത്രമേ ലയിച്ച് ചെയ്യുന്നുള്ളൂ. കാൾഗൺ ഇസ് എ ട്രേഡ് നെയിം ഫോർ എ കോംപ്ലക്സ് സോൾട്ട് സോഡിയം ഹെക്സാ മെറ്റാ ഫോസ്ഫേറ്റ്. ഓർത്തിരിക്കുക, എന്താണ് കാൾഗൺ? സോഡിയം ഹെക്സാ മെറ്റാ ഫോസ്ഫേറ്റിനെയാണ് കാൾഗൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സോഫ്റ്റനിങ് ഹാർഡ് വാട്ടർ. കാൾഗൺ അയനൈസസ് ടു ഗീവ് എ കോംപ്ലക്സ് ആനയോൺ. കാൾഗൺ ഒരു കോംപ്ലക്സ് ആനയോണായി മാറി നമ്മുടെ മെറ്റലിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് വെള്ളത്തിനകത്ത്, ഹാർഡ് വാട്ടറിനകത്ത് അടങ്ങിയിരിക്കുന്ന വെള്ളത്തെ. The addition of calgon to hard water causes the calcium and magnesium ions of hard water to displace sodium ions from the anion of calgon. Anion of calgon നമ്മുടെ വെള്ളത്തിനകത്തെ കാൽസ്യത്തെ പിടിച്ചുകൊണ്ട് അങ്ങ് പോയി. ബാക്കി വെള്ളത്തിനകത്ത് പിന്നെ സോഡിയം പ്ലസ് ഒക്കെ ഉള്ളൂ, അതൊക്കെ ലയിച്ച് ചേരുന്നതാണ്. അന്നേരം ഹാർഡ് വാട്ടർ എന്തായി മാറി? സോഫ്റ്റ് വാട്ടർ. ഇവിടുത്തെ വില്ലനാണ് കാൽസ്യം 2+. ആ കാൽസ്യം 2+നെ കാൾഗൺ എടുത്ത് കാൾഗണിൻ്റെ ആനിയോൺ പാർട്ട് എടുത്തുകൊണ്ട് അങ്ങ് പോയി. ഗോസ് ഇൻ ടു ദ സൊല്യൂഷൻ. ഓക്കെ, നമ്മൾ പെർമനന്റ് ഹാർഡ്നെസ്സിനെ മാറ്റാനുള്ള 2 കാര്യം പഠിച്ചു. ഇനി അടുത്ത മെത്തേഡാണ് അയൺ എക്സ്ചേഞ്ച് മെത്തേഡ്. അയൺ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം പോസിറ്റീവും നെഗറ്റീവും ആനയോണും കാറ്റയോണും കാണും അല്ലേ?
അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന മെത്തേഡാണ് അയൺ എക്സ്ചേഞ്ച് മെത്തേഡ്. ഈ മെത്തേഡിനകത്ത് ദ അയോൺ റെസ്പോൺസിബിൾ ഫോർ ഹാർഡ്നെസ് ആർ എക്സ്ചേഞ്ച് വിത്ത് അയോൺസ് വിച്ച് ഡു നോട്ട് കോസ് precipitation. ഒന്നാമത്താണ് ഇനോർഗാനിക് അയോൺ എക്സ്ചേഞ്ച്, പെർമ്യൂട്ടേറ്റ് മെത്തേഡ് എന്ന് പറയും. രണ്ടാമത്തെ മെത്തേഡാണ് ഓർഗാനിക് അയോൺ എക്സ്ചേഞ്ച്. ഓർഗാനിക് അയോൺ എക്സ്ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അയോൺ എക്സ്ചേഞ്ച് റെസിൻസ്. ഓക്കെ, നമുക്ക് രണ്ട് തരത്തിൽ അയോൺ എക്സ്ചേഞ്ച് ഇതാകാം. ഇനോർഗാനിക് അയോൺ എക്സ്ചേഞ്ച് അതിന് പറഞ്ഞ പേരാണ് പെർമ്യൂട്ടേറ്റ് മെത്തേഡ്. ഓർഗാനിക് അയോൺ എക്സ്ചേഞ്ച് റെസിൻസ് വെച്ചുള്ളതാണ് ഓർഗാനിക് വെച്ചിരിക്കുന്നത്. അന്നേരം നമ്മളിപ്പം പഠിക്കുന്നത് അയൺ എക്സ്ചേഞ്ച് മെത്തേഡാണ്. ദ അയോൺസ് റെസ്പോൺസിബിൾ ഫോർ ഹാർഡ്നെസ് ആർ എക്സ്ചേഞ്ച് വിത്ത് അയോൺസ് വിച്ച് ഡു നോട്ട് കോസ് precipitation. കുഴപ്പക്കാരനായ കാൽസ്യം, മഗ്നീഷ്യം അങ്ങനെയുള്ള അയോൺസിനെ മാറ്റിയിട്ട് കുഴപ്പമില്ലാത്ത അയോൺസ് വരുമ്പോൾ വെള്ളം സോഫ്റ്റ് ആകുന്ന പ്രോസസ്സാണ് അയൺ എക്സ്ചേഞ്ച് മെത്തേഡ്. അയൺ എക്സ്ചേഞ്ച് മെത്തേഡിനെ പല പേരിൽ നമ്മൾ പറയാണ്. സിയോലൈറ്റ് മെത്തേഡ്, പെർമ്യൂട്ടേറ്റ് മെത്തേഡ്, ഹൈഡ്രേറ്റഡ് സോഡിയം അലൂമിനിയം സിലിക്കേറ്റ്, അങ്ങനെ പല രീതിയിൽ പറയാം. അന്നേരം ഹൈഡ്രേറ്റഡ് സോഡിയം അലൂമിനിയം സിലിക്കേറ്റ് ഈസ് സിയോലൈറ്റ്. എന്താണ് സിയോലൈറ്റ്? ഹൈഡ്രേറ്റഡ് സോഡിയം അലൂമിനിയം സിലിക്കേറ്റ് ഈസ് കോൾഡ് സിയോലൈറ്റ്. നമുക്ക് സിയോലൈറ്റ് NaZ എന്ന് കൊടുക്കാം. ഫോർ ദ സേക്ക് ഓഫ് സിംപ്ലിസിറ്റി സോഡിയം അലൂമിനിയം സിലിക്കേറ്റ് NaAlSiO4 ക്യാൻ ബി റിട്ടൺ ആസ് NaZ. Z എന്ന് പറഞ്ഞാൽ അലൂമിനിയം SiO4 കൂടെ കൂടിയതാണെന്ന് ഓർക്കുക കേട്ടോ. അന്നേരം അതാണ് സിയോലൈറ്റ്. ഹാർഡ് വാട്ടറിനകത്ത് നമ്മുടെ കാൽസ്യം, മഗ്നീഷ്യം അവരാണ് എന്തിന് കാരണമാകുന്നത്? ഹാർഡ്നെസ്സിന് കാരണമാകുന്നത്. അതുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ, അതായത് ഹാർഡ് വാട്ടറിനകത്തോട്ട് സിയോലൈറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ സിയോലൈറ്റിനകത്തെ സോഡിയം അങ്ങ് മാറിയിട്ട് അവിടെ മെറ്റൽ വന്ന് ചേരുന്നു. അതായത് കാൽസ്യം, മഗ്നീഷ്യം ഒക്കെ വന്ന് ചേരുന്നു. +2 സോഡിയം പ്ലസ് മെറ്റൽ ആരാകാം? മഗ്നീഷ്യം, കാൽസ്യം ആകാം. അന്നേരം ഇവിടെ നിന്ന് നമുക്ക് ഹാർഡ് വാട്ടറിൽ നിന്ന് എന്തങ്ങ് മാറും? ഇവിടെയാണ് ഹാർഡ് വാട്ടർ. ആ ഹാർഡ് വാട്ടറിനകത്ത് നിന്ന് മെറ്റൽ അങ്ങ് മാറിപ്പോകുന്നു. എന്നിട്ട് നമുക്ക് സോഡിയം പ്ലസിനെ ആയിരിക്കും വെള്ളത്തിൽ ലയിച്ചിരിക്കുന്നത്. Zeolite അല്ലെങ്കിൽ permutate is said to be exhausted when all the sodium in it is used up. It is regenerated for further use by treating with an aqueous sodium chloride solution. നമ്മളിവിടെ MZ2, അതായത് നമ്മുടെ മെറ്റലിനെ പിടിച്ചെടുത്തു, പ്ലസ് സോഡിയം ക്ലോറൈഡ് ആക്കുമ്പോൾ NaZ പ്ലസ് MCl2 ആയി മാറുന്നു. ഇപ്പം നമ്മൾ അയൺ എക്സ്ചേഞ്ച് മെത്തേഡിനകത്ത് പെർമ്യൂട്ടേറ്റ് മെത്തേഡ് പഠിച്ചു. ഇനി അടുത്തത് സിന്തറ്റിക് റെസിൻ മെത്തേഡ്, അതായത് ഓർഗാനിക് മെത്തേഡാണ്. Nowadays, hard water is softened by using synthetic cation exchanges. This method is more efficient than zeolite process. Cation exchange resin contain large organic molecule with SO3H group and are water insoluble ion exchange resins. ഇവിടെ organic molecule cation exchange resin contain large organic molecule with SO3H group and are water insoluble. Ion exchange resin RSO3 is changed to RNA by treating it with NaCl. ഇപ്പം നമുക്കിവിടെ കാണാം RNA പ്ലസ് M2 പ്ലസ് RNA ആണ് നമ്മുടെ ഓർഗാനിക് മെത്തേഡാണ്. പ്ലസ് വെള്ളത്തിനകത്ത് M2 പ്ലസിനെ R അങ്ങോട്ട് സ്വീകരിക്കുന്നു, R2M ആകുന്നു, പ്ലസ് 2Na പ്ലസ്. ഇവിടെ എക്സ്ചേഞ്ച് നടക്കുകയാണ്. ദ റെസിൻ ക്യാൻ ബി റീജനറേറ്റ് ബൈ ആഡിങ് അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഈ റെസിനെ നമ്മൾക്ക് അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനകത്ത് ഇടാകുമ്പോൾ നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കാറ്റോൺ എക്സ്ചേഞ്ച് പ്രോസസ്സിനകത്ത് H+ എക്സ്ചേഞ്ച് ഫോർ Na+, Ca2+, Mg2+ and other cations present in water. This process results in proton release and thus makes the water acidic. The anion exchange process. OH- exchange for anions like Cl-, HCO3-, SO4 2- etc. are present in water OH- ion. Thus, liberated neutralize the H+ ion set free in the cation exchange. നമുക്കിവിടെ H+ഉം OH- കൂടെ കൂടിച്ചേർന്ന് H2 ഉണ്ടാകുന്നു. The exhausted cation and anion exchange resin beds are regenerated by treatment with dilute acid and alkali solution respectively. വെള്ളത്തെ നമുക്ക് ന്യൂട്രലാക്കി നിർത്താൻ സാധിക്കുന്നു. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. എക്സ്ചേഞ്ച് മെത്തേഡ് എന്നുള്ള ഓർത്തിരുന്നാൽ മതി. ഈ ഓർഗാനിക്കിൻ്റെ എക്സ്ചേഞ്ച് വെള്ളത്തിനകത്തെ മെറ്റലിനെ മാറ്റിയിട്ട് വെള്ളത്തിൻ്റെ ഹാർഡ്നെസ്സിന് കാരണമാകുന്നതിനെ മാറ്റുന്നു. അതിന് പകരം ഓർഗാനിക് റെസിനകത്ത് വരുന്നു. അത്രേ ഉള്ളൂ. നമ്മൾ വാട്ടറിനെ 2 ടൈപ്പ് പഠിച്ചു, ഹാർഡ് വാട്ടറും സോഫ്റ്റ് വാട്ടറും. അതുപോലെ അടുത്ത കോമ്പൗണ്ടാണ് ഹൈഡ്രജൻ അടങ്ങിയിരിക്കുന്നത്, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർമുല H2O2. നോക്കിക്കേ, H2O2ൻ്റെ സ്ട്രക്ചർ നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നതാണ്, എക്സാമിന്.
ബോർഡ് എക്സാമിന് ചോദിക്കുന്നു. എന്താണ് H2O2 സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു തുറന്ന പുസ്തകം, ഓപ്പൺ ബുക്കാണ് നമ്മുടെ H2O2. ഇത് ഈ കാണിച്ചിരിക്കുന്ന നേരെ കാണിച്ചിരിക്കുന്ന 2 പച്ച ഡോട്ടാണ് ഓക്സിജൻ ആറ്റമാണ്. ഇനി മുകളിലും താഴെയുമായി കാണുന്ന റെഡ് ഡോട്ടാണ് ഹൈഡ്രജൻ ആറ്റംസ്. നമ്മൾ ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ എന്ന് ഓർക്കുക, അല്ലെങ്കിൽ തുറന്ന പുസ്തകമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ യൂസ്ഡ് ഇൻ പൊല്യൂഷൻ കൺട്രോൾ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ. നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ 2 ഷേപ്പ് നമുക്ക് നോക്കാം. ഗ്യാസ് ഫേസിലും സോളിഡ് ഫേസിലും രണ്ടിടത്തും തുറന്ന പുസ്തകം തന്നെയാണ്. എന്താണ് വ്യത്യാസം നമുക്ക് നോക്കാം. ഗ്യാസ് വാതകാവസ്ഥയിലാണെങ്കിൽ 2 ഓക്സിജനും തമ്മിലുള്ള ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ആംഗിൾ 94.8. അതുപോലെ തന്നെ ഇവിടുത്തെ ബോണ്ട് ആംഗിൾ 111.5. ഇവിടെ സോളിഡ് ഫേസിനകത്ത് 90.2. സോളിഡ് ഫേസിനകത്തെ ഓക്സിജനും ഹൈഡ്രജനും അവിടെ 101.9 ഡിഗ്രിയാണ്. അതുപോലെ ഗ്യാസ് ഫേസിനകത്ത് 2 ഓക്സിജൻ തമ്മിലുള്ള ലെന്ത് 147.5 പൈക്കോമീറ്റർ. സോളിഡ് ഫേസിനകത്ത് 145.8 പൈക്കോമീറ്ററാണ്. അതുപോലെ നമുക്കിവിടെ കാണാൻ പറ്റും ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ലെന്ത് 95ആണ്. ഇവിടെ സോളിഡ് ഫേസിനകത്ത് ഓക്സിജനും ഹൈഡ്രജനും തമ്മിൽ 98.8 പൈക്കോമീറ്ററാണ്. ഓക്കെ, ഈ വ്യത്യാസം ഒന്ന് ഓർത്തിരിക്കുക. ഗ്യാസ് ഫേസും സോളിഡ് ഫേസും ഉണ്ട്. ഗ്യാസ് ഫേസ്, സോളിഡ് ഫേസ്. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ, നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാക്കണം. അതിനുവേണ്ടി BaO2 8H2O സോളിഡാണ്. അതിന് ആസിഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ബേരിയം സൾഫേറ്റ് പ്ലസ് H2O2 പ്ലസ് 8H2O ഉണ്ടാകുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ അസിഡിഫൈങ് ബേരിയം പെറോക്സൈഡ് ആൻഡ് റിമൂവിങ് എക്സസ് വാട്ടർ ബൈ ഇവാപ്പറേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ഗീവ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ബേരിയം പെറോക്സൈഡിനെ ആസിഡിഫൈ ചെയ്ത് നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പെറോക്സോ ഡൈസൾഫേറ്റ് ഒബ്റ്റൈൻഡ് ബൈ ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് അസിഡിഫൈഡ് സൾഫേറ്റ് സൊല്യൂഷൻ അറ്റ് ഹൈ കറന്റ് ഡെൻസിറ്റി. നമുക്കിവിടെ കാണാൻ പറ്റും പെറോക്സോ ഡൈസൾഫേറ്റ് ഒബ്റ്റൈൻഡ്. ഇവിടെ ഈ പ്രിപ്പറേഷൻ എന്തിനാന്ന് വെച്ചാൽ D2O2 ഉണ്ടാക്കാനാണ്. D2O2 K2S2O8 സോൾട്ടിനെ പ്ലസ് H2Oയ്ക്ക് നമ്മൾ D2O, അതായത് ഹെവി വാട്ടർ ആഡ് ചെയ്യുമ്പം KdSO4 പ്ലസ് D2O2 ഉണ്ടാകുന്നു. ഇൻഡസ്ട്രിയിൽ അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഓക്സിഡേഷൻ വഴി. Industrial H2O2 is prepared by auto oxidation of 2 alkyl anthraquinols വഴി നമുക്ക് H2O2നെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഇൻഡസ്ട്രിയൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഓട്ടോ ഓക്സിഡേഷൻ ഓഫ് 2 alkyl anthraquinols. ഇനി ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് നോക്കാം. ഇൻ ദ പ്യുവർ സ്റ്റേറ്റ് H2O2 is an കളർലെസ്, അതായത് വെരി പെയിൽ ബ്ലൂ ആയിരിക്കും. ഇങ്ങനെ ഒരു കളറായിരിക്കും. ലിക്വിഡാണ്. പ്യുവർ സ്റ്റേറ്റിനകത്ത് ലിക്വിഡ് ഫോമാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ് നമുക്കിവിടെ നോക്കാം. മെൽറ്റിംഗ് പോയിൻറ്റ് 272.4, ബോയിലിംഗ് പോയിൻറ്റ് 423, അതുപോലെ ഡെൻസിറ്റി 1.64, ലിക്വിഡ് സോളിഡ് സ്റ്റേറ്റിലാണ് 1.64, ഡെൻസിറ്റി ലിക്വിഡ് ആകുമ്പോൾ 1.44, വിസ്കോസിറ്റി 70.7, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് 70.7. വിസ്കോസിറ്റി ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഒന്ന് കമ്പയർ ചെയ്തോണം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി 5.1 × 10⁻⁸. 5.1 ഓക്കെ. അടുത്താണ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഹൈഡ്രജൻ പെറോക്സൈഡ് വളരെയധികം ഉപയോഗമുള്ളതാണ് നമ്മുടെ കെമിസ്ട്രിക്കകത്ത്. It acts as an oxidizing as well as reducing agent in both acidic and alkaline media. It acts as an oxidizing agent ആയിട്ടും റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. ഈ റിയാക്ഷൻസ് നമുക്ക് പറയാൻ പറ്റും. ഓക്സിഡൈസിങ് ആക്ഷൻ ഇൻ ആസിഡിക് മീഡിയ Fe2+, ഇവിടെ Fe3+ ആകുന്നു. നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? Fe2+ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. അതുകൊണ്ട് ഓക്സിഡൈസിങ് ആക്ഷനാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ലെഡ് സൾഫേറ്റ് ആയി മാറും, ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. റെഡ്യൂസിങ് ആക്ഷൻ ഇൻ അസിഡിക് മീഡിയ എന്ന് പറഞ്ഞാൽ ഇവിടെ റിഡക്ഷനാണ് നടക്കുന്നത്.
MnO4 minus plus 6H plus 5H2O2 gives Mn2 plus 8H2O plus 5O2. HOCl plus H2O2 react with H3O plus Cl minus plus O2. ഇതെല്ലാം കാണിക്കുന്ന റെഡ്യൂസിങ് ആക്ഷൻ ആണ്. റെഡ്യൂസിങ് ആക്ഷൻ ഇപ്പം നമ്മൾ രണ്ട് തരത്തിലുള്ള റിയാക്ഷനാണ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ കണ്ടത്. ഓക്സിഡൈസിങ് ആക്ഷൻ ഇൻ അസിഡിക് മീഡിയവും റെഡ്യൂസിങ് ആക്ഷൻ ഇൻ അസിഡിക് മീഡിയവും. അതുകൊണ്ടാണ് H2O2 act as an oxidizing as well as reducing agent in both acidic and alkaline media. Okay. Oxidizing action in basic medium. Basic medium is 2Fe2 plus H2O2 gives 2Fe3 plus 2OH minus. OH minus എന്നുള്ള ഓർത്തിരിക്കുക. അതുപോലെ Mn2 plus H2O2 gives Mn4 plus. 2 plus എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നീസ് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ഇനി Mn4 പ്ലസിനകത്തോ 4 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. എന്നാൽ ഇവിടെ ഓക്സിഡൈസിങ് ആക്ഷൻ ആണ്. റെഡ്യൂസിങ് ആക്ഷൻ ഇൻ ബേസിക് മീഡിയമാണ്. I2 H2O2 ആയിട്ട് കൂടി ചേരുമ്പോൾ I മൈനസ് ആകുന്നു. എന്താ ഇവിടെ സംഭവിക്കുന്നത്? I2വിനകത്ത് ഐഡിന് 0യാണ്. I മൈനസിനകത്ത് ഇലക്ട്രോൺ കിട്ടി. അതിനർത്ഥം റിഡക്ഷൻ സംഭവിച്ചു. റിഡക്ഷൻ ആണ് റെഡ്യൂസിങ് ആക്ഷൻ ഇൻ ബേസിക് മീഡിയം എന്ന് പറയുന്നത്. MnO4 മൈനസ് പ്ലസ് H2O2 ഗീവ്സ് MnO2 പ്ലസ് O2 പ്ലസ് H2O പ്ലസ് OH മൈനസ്. ഇതെല്ലാം റെഡ്യൂസിങ് ആക്ഷനാണ് കാണുന്നത്. ഇനി എന്നിട്ട് നമ്മൾ ഈ ചിലരൊക്കെ ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ നമുക്ക് ഈ പിന്നെ കുഴിനകമൊക്കെ മാറാൻ വേണ്ടിയൊക്കെ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ പാക്കറ്റുകൾ കിട്ടും. ഇവിടെ അതെല്ലാം ഓക്സിഡൈസിങ് ആക്ഷൻ റെഡ്യൂസിങ് ആക്ഷൻ്റെയൊക്കെ ഫലമായിട്ട് അതൊക്കെ അങ്ങ് മാറിപ്പോകും കേട്ടോ. ഇവിടെ നമുക്ക് സ്റ്റോറേജ് എങ്ങനെയാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസസ് സ്ലോലി ഓൺ എക്സ്പോഷർ ടു ലൈറ്റ്. ലൈറ്റ് തട്ടിയാൽ അത് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്തു പോകും. എങ്ങനെ ഡീകമ്പോസ് ചെയ്യുന്ന പോണേ? H2O2 എന്ന് പറയുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് H2Oയും O2വുമായിട്ട് അത് ഡീകമ്പോസ് ചെയ്തു അതിന് അത് വിഘടിച്ചു പോവാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് മെറ്റൽ സർഫസ് ഓർ ട്രേസസ് ഓഫ് ആൽക്കലി the above reaction is catalyzed. It is therefore stored in wax lined glass or plastic vessels in dark. അതുകൊണ്ട് പ്രകാശം തട്ടാതിരിക്കാൻ വേണ്ടി H2O2വിനെ നമുക്ക് സൂക്ഷിക്കേണ്ടത് വാക്സ് ലൈൻഡ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് വെസൽ ഇൻ ഡാർക്ക്. വെള്ള കളറിനകത്തൊക്കെ പെട്ടെന്ന് തന്നെ ഓക്സിജൻ നടക്കുന്നു. അതുകൊണ്ട് ഇതിനെ നമ്മൾ വാക്സ് ലൈൻഡ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് വെസൽസ് ഇൻ ഡാർക്ക്. യൂറിയ ക്യാൻ ബി ആഡഡ് ആസ് എ സ്റ്റെബിലൈസർ. യൂറിയ ആഡ് ചെയ്താൽ അത് സ്റ്റെബിലൈസർ ആയിട്ട് നിൽക്കുന്നു. ഇറ്റ് ഈസ് കെപ്റ്റ് അവേ ഫ്രം ഡസ്റ്റ് ബിക്കോസ് ഡസ്റ്റ് ക്യാൻ ഇൻഡ്യൂസ് എക്സ്പ്ലോസീവ് ഡീകമ്പോസിഷൻ ഓഫ് ദ കോമ്പൗണ്ട്. നമ്മൾ H2O2വിനെ ലാബിൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വെള്ളവും ഓക്സിജനുമായിട്ട് ഡീകമ്പോസ് ചെയ്ത് പോകണം. ഇനി എന്തൊക്കെയാണ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഉപയോഗം? ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുഴിനകമൊക്കെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിന് വളരെ വൈഡ് ആപ്ലിക്കേഷൻ ആണുള്ളത്. വൈഡ് സ്കെയിൽ യൂസ് ഹാസ് ലെഡ് ടു tremendous increase in the industrial production of H2O2. In daily life, it is used as a hair bleach and as a mild disinfectant ആയിട്ട് ഉപയോഗിക്കാം. As an antiseptic, it is sold in the market as perhydrol. ആൻറ്റിസെപ്റ്റിക് ആയിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് പെർഹൈഡ്രോൾ എന്നുള്ള പേര് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ആൻറ്റിസെപ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ടു മാനുഫാക്ചർ കെമിക്കൽസ് ലൈക്ക് സോഡിയം പെർബോറേറ്റ്, പെർകാർബണേറ്റ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ഹൈലി ക്വാളിഫൈഡ് ഡിറ്റർജൻറ്റ്. നല്ല ഡിറ്റർജൻ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നു. അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇസ് യൂസ്ഡ് ഇൻ ദ സിന്തസിസ് ഓഫ് ഹൈഡ്രോക്വിനോൺ, ടാറ്റാറിക് ആസിഡ് ആൻഡ് സർട്ടൻ ഫുഡ് പ്രൊഡക്ട്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. അങ്ങനെ പലതിനും നമുക്ക് ഇത് ഉപയോഗിക്കാമെന്നും. ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് എംപ്ലോയ്ഡ് ഇൻ ദ ഇൻഡസ്ട്രീസ് ആസ് എ ബ്ലീച്ചിങ് ഏജന്റ് ഫോർ ടെക്സ്റ്റൈൽ, പേപ്പർ, പൾപ്പ്, ലെതർ, ഓയിൽസ്, ഫാറ്റ്സ് എക്സെട്ര. Nowadays, it is also used in environmental chemistry, for example, in pollution control treatment of domestic and industrial effect. അതുപോലെ തന്നെ ഓക്സിഡേഷൻ ഓഫ് സയനൈഡ്സ്, റിസ്റ്റോറേഷൻ, എയറോബിക് കണ്ടീഷൻ ടു സിവേജ് വേസ്റ്റ് എക്സെട്ര ഇതിനെല്ലാം നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നു. ഇതിന് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ് കേട്ടോ. നല്ലൊരു റിയേജൻ്റാണ്, നമുക്ക് ഉപയോഗമുള്ളതാണ്. H2O2 ആയിരുന്നു ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇനി അടുത്തൊരെണ്ണമാണ് D2O. D2O എന്ന് പറഞ്ഞാൽ ഹെവി വാട്ടർ എന്ന് വിളിക്കും. ഹെവി വാട്ടർ എന്താണ്? ഹെവി വാട്ടർ എക്സ്റ്റെൻസിവ്ലി യൂസ്ഡ് ആസ് എ മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ഓർത്തിരിക്കുക, എന്താണ് ഹെവി വാട്ടറിൻ്റെ ഉപയോഗം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഹെവി വാട്ടർ യൂസ്ഡ് ആസ് എ മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ന്യൂക്ലിയർ റിയാക്ടേഴ്സിനകത്ത് മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്നു. And in exchange reaction for the study of reaction mechanism, it can be prepared by exhaustive electrolysis of water or as a byproduct in some fertilizer industries. ഇപ്പോൾ നമുക്കിവിടെ CaC2 plus 2D2O gives C2D2 plus CaOD2. ഇതിൻ്റെ പ്രിപ്പറേഷൻ പലതരത്തിലുള്ള റിയാക്ഷൻസ് ആണ്. SO3 D2O കൂടി ചേർന്ന് D2SO4 ഉണ്ടാകുന്നു. ഹെവി വാട്ടർ മോഡറേറ്ററായിട്ട് ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് ഉപയോഗിക്കുന്ന ഓർത്തിരിക്കുക.
അടുത്താണ് നമ്മൾ ലാസ്റ്റ് ഇതിലിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ ഹൈഡ്രജൻ, നമ്മളിന്ന് ഈ ചാപ്റ്റർ പേര് ഹൈഡ്രജൻ അല്ലേ. ഈ ഹൈഡ്രജൻ നിലനിൽക്കുന്ന ഡൈഹൈഡ്രജൻ H2 ആയിട്ട് നിൽക്കുന്നത്. ഡൈഹൈഡ്രജൻ റിലീസ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഹീറ്റ് ഓൺ കമ്പഷൻ. ഡൈഹൈഡ്രജൻ റിലീസ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഹീറ്റ് ഓൺ കമ്പഷൻ. അതായത് ജ്വലിക്കുമ്പോൾ നല്ല ധാരാളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡൈഹൈഡ്രജൻ. ദ എനർജി റിലീസ്ഡ് ബൈ കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് ലൈക്ക് ഡൈഹൈഡ്രജൻ, methane, LPG as compared in terms of the same amount in mole, mass and volume. On mass to mass basis, dihydrogen can release more energy than gasoline. അന്നേരം ഡൈഹൈഡ്രജൻ പുറപ്പെടുവിക്കുന്ന എനർജി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇതൊരു നല്ലൊരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഒക്ടേൻ നമ്പർ ഈസ് അബൌട്ട് 3 times. ദ ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ ആണ് നമ്മുടെ ഹൈഡ്രജൻ. ദ ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ. A fuel cell is an electrochemical device that produces electricity. ഒരു ഫ്യൂവൽ സെൽ, ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല്, ഹൈഡ്രജൻ അടങ്ങിയിരിക്കുന്ന ഫ്യൂവൽ സെല്ല്. ഇനി ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഇലക്ട്രിസിറ്റി ഈസ് ക്രിയേറ്റഡ് ബൈ കമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ വിത്തൗട്ട് കമ്പഷൻ. ഫ്യൂവൽ സെല്ലാണ്. ദ ഓൺലി ബൈ പ്രൊഡക്റ്റ് ആർ വാട്ടർ ആൻഡ് ഹീറ്റ്. അതുകൊണ്ട് നമുക്കിവിടെ പൊല്യൂഷൻ ഒന്നും ഉണ്ടാകുന്നില്ല, മലിനീകരണം ഈ ഫ്യൂവൽ സെല്ലിൽ ഉപയോഗിക്കുന്ന പോലെ ഉണ്ടാകുന്നില്ല. മെനി സെൽസ് മേക്ക് എ സ്റ്റാക്ക്, അതുപോലെ ഫോം എ ഫ്യൂവൽ സെൽ പവർ മൊഡ്യൂൾ. അങ്ങനെ പല ഉപയോഗങ്ങളാണ് ഫ്യൂവൽ സെൽസിനുള്ളത്. The hydrogen economy is the use of hydrogen as a fuel for heat, hydrogen vehicle, അതുപോലെ എനർജി സ്റ്റോറേജ്, ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഓഫ് എനർജി, പാരന്റ് ഇൻഡസ്ട്രി, എനർജി ഡെവലപ്മെൻറ്റ്. ഇതിനെല്ലാം നമുക്ക് ഹൈഡ്രജനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഹൈഡ്രജൻ്റെ പല വിധത്തിലുള്ള ഉപയോഗമാണ്. ഹൈഡ്രജൻ എക്കോണമിക്കകത്ത് നമുക്ക് കാണാം. റിന്യൂവബിൾ എനർജി സോഴ്സ്, H2O, അങ്ങനെ പലതരത്തിൽ നമുക്ക് ഹൈഡ്രജൻ്റെ ഉപയോഗങ്ങളാണ്. നമുക്ക് എന്തെല്ലാം ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി ഹൈഡ്രജനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അന്നേരം ഫ്യൂച്ചർ ഫ്യൂവലാണ് ഹൈഡ്രജൻ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഹാർഡ് വാട്ടർ, സോഫ്റ്റ് വാട്ടർ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ പഠിച്ചു അല്ലേ. നിങ്ങൾ NCERT ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.